മോർണിംഗ് കേസ്. സമയം ഇപ്പോൾ രാവിലെ 6 മണിയായി. വിട്ടാലോ? പല്ല് വെച്ചിട്ട് പോയേക്കാം എന്നല്ലേ അവിടെ ചെന്നിട്ട് കുറച്ച് പറഞ്ഞു. നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് വാമപ്പ് ആവാൻ ഇട്ടേക്കാം. സാധനം കൊണ്ടാണ് ഞാൻ ടയർ ചെക്ക് ചെയ്യാറ്. കല്ലുകളാണ് ഇതേപോലെയുള്ള വണ്ടിക്കാരുടെ മെയിൻ എതിരാളി എന്നാണ് പറഞ്ഞേക്കണേ. കല്ലിനെ ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞേക്കണേ. അങ്ങനെ ഞാൻ നോർമൽ ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് കണ്ടത് ഇവിടെ ഒരു കമ്പി കയറിയിട്ടുണ്ട്. അയ്യോ, പണി പാളിയല്ലോ. ഇത് ഒരുപാട് കയറിയിട്ടുണ്ടോ അതോ കുറച്ച് കയറിയിട്ടുള്ളൂ എന്നറിയില്ല. ഞാനെന്തായാലും ഒന്ന് നോക്കട്ടെ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, അതിപ്പോൾ എന്താണെന്ന് അറിയില്ല. അത് വലിച്ചൂരിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്റ് പോകും. എനിക്ക് തോന്നണം ഞാൻ എൻ്റെ ഫോളോവേഴ്സിന് ഞാൻ ആ വീഡിയോ വെച്ച് കൊടുത്തിട്ടുണ്ട്. വിളിച്ച് നോക്കണം, ചിലപ്പോൾ തെറി കിട്ടും. പിന്നെ കമ്പിയല്ലേ, ഇതൊന്നും നമുക്ക് കാണാനൊന്നും പറ്റില്ല. റോഡിൽ യാത്രയല്ലേ. ഞാൻ മാക്സിമം ടയേഴ്സ് ശ്രദ്ധിച്ചിട്ടാണ് ഓടിക്കണത്. കാരണം ഒരു ടയർ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 18,000 രൂപയാണ് ശമ്പളത്തിൽ നിന്ന് മേടിക്കുക. 18 16 അങ്ങാണ്ടാണ് പിടിക്കുക. അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് പോണേ. ഇത് ആദ്യത്തെ ബോണസ് ആകുമോയെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. അടുത്ത് ടയർ ഷോപ്പ് വല്ലതുണ്ടോ നോക്കാം, അതാണല്ല. അപ്പോൾ എയറൊക്കെ ഫുള്ളായി. ഇങ്ങനെ എൻ്റെ സൈഡിലാണ്. ഇതൊരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലാണ് ഞാൻ വണ്ടിയിട്ട് ഉറങ്ങിയത്. അവിടെ സൈഡിൽ ഒരു വയൽ കിടപ്പുണ്ട്. പോവാൻ ടയർ ഷോപ്പ് ഉണ്ടോ അവിടുത്തെ നോക്കാം. എനിക്കെന്തായാലും അഴിച്ചു കൊണ്ടുപോയിട്ട് പോകാനൊന്നും പറ്റത്തില്ല. നോക്കട്ടെ. ഭാഗ്യത്തിന് തൊട്ടിപ്പുറം തന്നെ ഒരു ടയർ ഷോപ്പ്. എന്താണ് ഈ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഓട്ടോമാറ്റിക് പിടിച്ചുകൊണ്ടിരിക്കുക ഉണ്ടോ? എന്തെങ്കിലും വയ്യാഴിയാണോ? അവിടെ തൊട്ടടുത്തൊരു ടയർ ഷോപ്പുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, പോയി നോക്കിയേക്ക്. അവിടെ ഗ്രീസ് അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ടയറ് ഗ്രീസ് ഇങ്ങനെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. അത്യാവശ്യം കൊള്ളാം കേട്ടോ. പുള്ളി ഭക്ഷണം വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കാം നമുക്ക്. അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് കേട്ടോ. നല്ല മലയൊക്കെ ഉണ്ട്. നല്ല ഈ സാധനം തന്നിട്ട് നടന്നോന്ന് പറഞ്ഞു കേട്ടോ വണ്ടിക്കടുത്തേക്ക്. ഇതാണ് എൻ്റെ വണ്ടി. ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് ഞാൻ എടുക്കുന്ന വണ്ടി കണ്ടോ. എത്ര ടയറാണെന്ന് പറയാം, 22 ടയറാണ്. ഡബിൾ ക്രൗൺ വണ്ടിയാണ്. ഇതാണ് ഡബിൾ ക്രൗൺ വണ്ടി എന്ന് പറയുന്നത്. പിറകിൽ 2 ഇതുണ്ടാവും. സംഭവം പുള്ളി ഈ സാധനം തന്നിട്ട് എന്നോട് സ്വയം ചെയ്തോന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വലിച്ചൂരി ഇവിടാണ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇനി കമ്പി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എവിടെയാണ് ഉണ്ടാവും? ഇവിടെ കമ്പി കാണത്തില്ലായിരിക്കും അല്ലേ? അധികമൊന്നും തുടങ്ങി കയറിയിട്ടില്ല.
ഇതാണ് കമ്പി. ഇത് എന്തിൻ്റെയോ പിന്നോ മറ്റോ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഹോള് കാണുന്നുണ്ട്. ഇതിൻ്റെ അടിവശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ കട്ടായിട്ടുള്ളത് പോലെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇത് പഴയ ഒരു ഇത് തന്നെയാണ് ഫീൽ ചെയ്യണേ. ജസ്റ്റ് ഒന്ന് സൈഡ് മാത്രം ഒന്ന് ഇതായിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ അതിൻ്റെ ഉള്ളിൽ ഇനി ഇല്ലയെന്ന് അനുമാനിക്കാം അല്ലേ. പുള്ളി പറഞ്ഞത് വെച്ചിട്ട് ഇത്രയും ഉള്ളിൽ കയറിയിട്ടുള്ളൂ എങ്കിൽ അത് പഞ്ചറല്ല, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. പുള്ളി പറഞ്ഞു പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ പൈസ കൊടുക്കണേ, ഞാനല്ലേ ഇത് ചെയ്തേ. എന്തായാലും വണ്ടി എടുത്ത് മുന്നോട്ട് പോയി നോക്കാം. കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ടയർ എന്തായാലും ചെക്ക് ചെയ്യും. അതിപ്പോൾ ഞാൻ എൻ്റെ നോർമൽ റുട്ടീനാക്കി മാറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇമാതിരി സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ കമ്പനിയുടെ റൂൾസ് അനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കളവ് പോയി കഴിഞ്ഞാൽ, ഐ മീൻ ബാറ്ററി, പിന്നെ ഫ്യൂവലിൻ്റെ അകത്തൊക്കെ സെൻസേഴ്സ് ഉണ്ട്, എന്തെങ്കിലും കളവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും. അതുപോലെ തന്നെ മെയിനാണ് ടയേഴ്സ്. ഇത് നമ്മുടേതായ കാരണം കൊണ്ട് ടയേഴ്സ് പൊട്ടാണ്. അതായത് കല്ലിനടിച്ചിട്ട് സൈഡ് കൊളുത്തി വെച്ചിട്ടൊക്കെ ടയർ കീറുകയോ പൊട്ടുകയോ ചെയ്യുകയാണെങ്കിൽ, 2 ടയറുണ്ട്, റീസോൾ ടയറും ഉണ്ട്, ഒറിജിനൽ ടയറും ഉണ്ട്. 2 മിക്സ് ആക്കിയിട്ടാണ് ഇട്ടത്. ഓക്കെ. അപ്പോൾ റീസോൾ ടയറാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒറിജിനൽ ടയറാണെങ്കിൽ നമുക്ക് നമ്മുടെ സാലറിയിൽ നിന്ന് ആ ടയറിൻ്റെ പൈസ കട്ടി അറൗണ്ട് 18,000 രൂപ എന്നൊക്കെയാണ് ആൾക്കാർ പറയണത് കേട്ടെ. ശരിക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ടയർ മെയിനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ചെയിന്, ടൈറ്റർ, ബെൽറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണ് നമുക്ക് തന്നേക്കണേ. അത് വണ്ടി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ലീവിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ മതിയാക്കി പോകുന്ന സമയത്തോ നമ്മൾ അതിൻ്റെ ഫുൾ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വേണം പോകാൻ. പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും തട്ടോ മുട്ടോ ഉണ്ടെങ്കിൽ അതും അതിൻ്റെ പൈസയും കയ്യിൽ നിന്ന് കിടക്കും. ചെറിയ ചെറിയ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. മേജർ ആക്സിഡൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്പനി തന്നെ ഇൻഷുറൻസ് ചെയ്യും. അത് നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ, കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഒരു കാര്യം കൂടെ, നോർമലി ഇതല്ല എൻ്റെ റൂട്ടീൻ കേട്ടോ. എനിക്ക് ഒരു ഗ്ലാസ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. വലിയ പ്രശ്നം ആയിട്ട് തോന്നണില്ല ഇപ്പോൾ. അങ്ങനെ നമ്മുടെ ദിനചര്യകൾ മുഴുവനായിട്ട് മാറും കേട്ടോ. അതും ഓരോ ദിവസവും ഓരോ രീതിയായിരിക്കും. ചില ദിവസം നമുക്ക് സമയം കിട്ടും, ചില ദിവസം തീരെ സമയം കിട്ടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ. നമ്മളിങ്ങനെ വേഗമായിട്ടാണ് നിന്നുകൊണ്ടിരിക്കുക നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഒന്നിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, പ്രോപ്പർ ടൈമിംഗ് ഉണ്ടാവില്ല. അത് ഞാൻ ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം മനസ്സിലാക്കിയതാണ് കേട്ടോ. എന്നാൽ ശരി, ഞാൻ എന്നാൽ വിട്ടോട്ടെ. ഞാനൊരു 20 കിലോമീറ്ററോളം വന്നു. ടയർ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. എയർ കുറവൊന്നും കാണുന്നില്ല. നമുക്ക് വിട്ടേക്കാം. ലേറ്റാക്കാൻ പറ്റില്ല. എനിക്ക് അധികം എവിടെയും സ്റ്റോപ്പാക്കാൻ സമയമില്ല. ഞാൻ വിളിച്ചറിഞ്ഞപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, നീ അവിടെ എത്തിയതേ ഉള്ളൂ എന്ന് ചോദിച്ചു. അതാണ് പ്രശ്നം. നമ്മളെ ഉറക്കമൊന്നും അവർ നോക്കത്തില്ല. അവർ പറഞ്ഞ സമയത്ത് നമ്മൾ വണ്ടി അവിടെ എത്തിച്ചേക്കണം, ഇല്ലെങ്കിൽ തെറി കിട്ടും. ഞാൻ 1-2 തവണ തെറി കേട്ടു. വിട്ടേക്കാം.
വരുന്ന വഴിക്ക് ഞാൻ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തി. നോർമലി ഞാൻ ഡീസൽ അടിച്ച് കഴിഞ്ഞാൽ കിലോമീറ്റർ സെറ്റ് ചെയ്യും. 300 കിലോമീറ്റർ കവറാകുമ്പോൾ തന്നെ ഞാൻ ഡീസൽ അടിക്കും കേട്ടോ. ഡീസൽ ഗേജ് വർക്കാകത്തില്ല. സോ ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കില്ല. എപ്പോഴും ഒരു റിസർവ് ടാങ്ക് ഫ്രീ ആയിട്ട് കിടക്കും. പക്ഷേ ഒരു 300 കിലോമീറ്റർ കൂടുമ്പോൾ ഞാൻ, കാരണം ജിയോൻ്റെ പെട്രോൾ പമ്പിൽ മാത്രമേ ഞങ്ങളുടെ ഡീസൽ അടിക്കാറുള്ളൂ. അപ്പോൾ ഇനി ഇൻ കേസ് ജിയോൻ്റെ പെട്രോൾ പമ്പ് കിട്ടിയില്ലെങ്കിലെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും മുൻകൂട്ടി അടിച്ചു വെക്കും. അപ്പോൾ പമ്പ് കാണുമ്പോൾ തന്നെ അടിച്ചു വെക്കും. ड्राइवर्स पॉइंट ऐड करता था ना, पहले लगा दिया ना. हाँ आएगा पॉइंट. चलो OTP नंबर OTP 7733 ഫുൾ ടോപ്പപ്പ്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫ്യൂവൽ ചെയ്യണത്. OTP വെച്ചിട്ടാണ്. നമുക്ക് പൈസ ഒന്നും അയച്ചു തരത്തൊന്നുമില്ല. ജസ്റ്റ് OTP വരും. ഫ്യൂവൽ ചെയ്യും. ഓക്കെ. ജിയോൻ്റെ പമ്പെന്ന് മാത്രം ഫ്യൂവൽ ചെയ്യുന്നതിൻ്റെ റീസൺ അതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡ്രൈവേഴ്സ് പോയിൻ്റ് ആഡ് ആക്കാനുള്ള ഇതുണ്ട്. ഡ്രൈവേഴ്സ് പോയിൻ്റ് ഓരോ ലിറ്റർ നമ്മൾ അടിക്കും തോറും നമുക്ക് ഡ്രൈവേഴ്സ് പോയിൻ്റ് കൂടിക്കൂടി വരും. അതിന് നമുക്ക് എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറയണത്. അതിൻ്റെ കൂടെ തന്നെ കമ്പനിക്ക് ഇതൊരു ഈസി മെത്തേഡാണ്. കാരണം നമുക്ക് പൈസ അയച്ചു തരേണ്ട ആവശ്യമില്ല. നമ്മളെ ബില്ല് പറ്റിക്കുന്നു അങ്ങനെയൊന്നും ഉള്ള ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം അവർ ഡയറക്റ്റാണ് പേയ്മെൻറ്റ് ചെയ്യണത്. നമ്മൾ ജസ്റ്റ് കമ്പനിയിൽ വിളിച്ചു പറയും ഡീസൽ അടിക്കണമെന്ന്. അപ്പോൾ അവർ അവിടുന്ന് ജിയോൻ്റെ കാർഡിലേക്ക് പേയ്മെൻറ്റ് ചെയ്യും. 35,000 രൂപയുടെ പേയ്മെൻറ്റാണ് ചെയ്യുക. എന്നിട്ട് ആ 35,000-ന് ഫുള്ളാകും. ഫുൾ ടാങ്ക് ആകും. 2 ടാങ്ക് അടിച്ച് കഴിഞ്ഞാലും 35,000-ന് ഫുള്ളാകും. സോ അത് കഴിഞ്ഞിട്ട് എത്രയാണോ ടോപ്പപ്പ് ആകണത് അത് വെച്ചിട്ട് ബാക്കി എമൗണ്ട് റിട്ടേൺ പോകും. അത്രയാണ്, വേറെ മെത്തേഡൊന്നുമില്ല. ഇതിപ്പോൾ തെലുങ്കാനയിലാണുള്ളത്. തെലുങ്കാനയിലെ ഡീസലിൻ്റെ റേറ്റ് 95 റുപ്പീസാണ് കേട്ടോ. 95. ഇതിപ്പം 10,408-ന് ഫ്യൂവൽ ഫുള്ളായി. മിന്നാന്ന് ലോഡ് എടുത്തിട്ട് ഞാൻ വന്നപ്പോൾ 300 കിലോമീറ്റർ ഓടിയിട്ട് ഞാൻ 18,000-ന് എണ്ണ അടിച്ചു. ഇത്രയും ഡിഫറൻസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ലോഡില്ലാണ്ട് വരുന്ന സമയത്ത് ഇതിങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം ഇത് സേഫ്റ്റിക്ക് പൂട്ട് വിട്ടിട്ട് പൂട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് 11,000 രൂപ 7,000 രൂപയുടെ ഡിഫറൻസാണ് ലോഡും എടുത്തിട്ട്. പക്ഷേ ഞാനന്ന് വന്നത് ഒരു ഊള റോഡിലൂടെയാണ്. ബില്ല് പോലെ ഇനി ബില്ല് നമുക്കൊന്ന് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ മുന്നേ ആന്ധ്രാപ്രദേശിൻ്റെ ബോർഡർ നമ്മൾ ക്രോസ് ചെയ്തു. RTO ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തു. RTO ഒക്കെ കാലി വണ്ടി ആയതുകൊണ്ട് RTOനെ കാണേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയില്ല, പിറകെ തന്നെ വരുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ ആന്ധ്രാപ്രദേശിലേക്ക് കയറിയിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആന്ധ്രയിൽ. തെലുങ്കാന എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. മിക്കവാറും വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല.
വിജയവാഡേന്ന് ഞാൻ ഏകദേശം വിജയവാഡേൻ്റെ ഔട്ടറിലെത്തി, ഓൾമോസ്റ്റ് പുറത്തേക്കെത്തി. ഇച്ചിരി പ്രശ്നമായിരുന്നു, കാരണം വിജയവാഡയ്ക്ക് എത്തുന്നതിൻ്റെ ഒരു 10-40 കിലോമീറ്റർ മുന്നേ തന്നെ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് ഒരാളിങ്ങനെ കാർഡ് കാണിച്ചിട്ട് നിർത്താൻ പറഞ്ഞു. ഞാനപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, യൂണിഫോമിലും അല്ല. ഞാൻ കുറേ മുന്നോട്ട് പോയിട്ട് ഒതുക്കിയെടുത്ത് പോലീസ് എങ്ങാനും ആണോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് വണ്ടി റിവേഴ്സ് എടുത്തിട്ട് പോയി നോക്കുമ്പോൾ പറയുകയാണ് ഗൈഡാണ്, വിജയവാഡേൻ്റെ ഉള്ളിലേക്ക് സിറ്റിക്കകത്തേക്ക് നോ എൻട്രി ആണ്, നിങ്ങൾക്ക് പറയുന്ന ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാൻ 500 രൂപ ആണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞു എനിക്ക് ആവശ്യമില്ല, 40 കിലോമീറ്ററോളം വിജയവാഡ സിറ്റിയിലത്തേക്കുണ്ട്, അതായത് സിറ്റിയുടെ ഔട്ടറിലേക്ക് ഇനിയും ഓടാനുണ്ട്. ഏകദേശം ഓടിയിട്ട് അവിടെ എത്താറാകുമ്പം ഇൻ കേസ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് വാങ്ങാമെന്നുള്ള രീതിയിൽ നിന്നു. പിന്നെ അവിടെ എത്താറായപ്പോൾ മുതൽ എല്ലാ സൈഡിലും എല്ലാ ലൊക്കേഷനും ഒരു 5-10 ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ റോഡിലേക്ക് കയറി നിന്നിട്ട് സൈഡാക്കിപ്പിക്കുകയാണ് ചെയ്യണത്. പിന്നെ മനസ്സിലായി എന്ത് ഉടായിപ്പാണെന്ന്. കുറേ മുന്നോട്ട് വന്നപ്പോൾ പിന്നെ ഞാൻ ലൊക്കേഷൻ നോക്കി, ഗൂഗിൾ മാപ്പിൽ സാറ്റലൈറ്റ് മാപ്പ് ഇട്ടിട്ട് സൂം ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 4 ലൈൻ ആണോ സിംഗിൾ ലൈൻ ആണോ എന്നുള്ളത് മനസ്സിലാവും. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കേട്ടോ. എന്നിട്ട് അവിടെ എത്താറായപ്പോൾ എനിക്ക് മനസ്സിലായി, ഉള്ളിലേക്ക് കയറാണ്ട് ഔട്ടറിലേക്ക് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചുറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റക്കകത്ത് എൻ്റർ ആകത്തില്ല, ഫൈനും വരത്തില്ല. അതുപോലെ തന്നെ ഞാൻ പോയി ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പകൽ സമയത്ത് 7 മണി മുതൽ രാത്രി 7 മണി വരെ എങ്ങാണ്ടാണ് നോ എൻട്രി ഉള്ളത്. അപ്പോൾ ആർക്കും പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വിജയവാഡ എത്തുന്നതിന് മുന്നേ ഒരു ആയിട്ടുള്ള ഒരു റോഡ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വിജയവാഡയുടെ സിറ്റിക്കകത്തേക്കും, ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ട് റോഡുമാണ്. ഓക്കെ, എയർപോർട്ട് റോഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നോ എൻട്രി ബോർഡ് കാണും. അത് റൈറ്റും ലെഫ്റ്റിലേക്കും ഉണ്ട്. അവിടുന്ന് റൈറ്റ് കയറാണ്ട് ലെഫ്റ്റിലേക്ക് തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ടർ റോഡായി. ഔട്ടറിലേക്ക് കൂടി ചുറ്റിയിട്ട് പിന്നെ കറങ്ങി പോവാം. ഇനി എനിക്ക് ഡെസ്റ്റിനേഷനിലേക്ക് 8 കിലോമീറ്ററേ ഉള്ളൂ. ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഹൈവേൻ്റെ സൈഡിൽ നിർത്തിയിട്ടാണുള്ളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അറിയില്ല ഇവിടെ പോലീസുകാരോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് പ്രശ്നമാക്കുമെന്ന് അറിയില്ല. എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ, വിശക്കണുണ്ട് നന്നായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയാൻ പറ്റില്ല. ഞാനിതുവരെ പോകാത്ത സ്ഥലമാണ്, അവിടുത്തെ സിറ്റുവേഷനൊന്നും അറിയില്ല. സോ നമുക്കെന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ HCLൻ്റെ ഓഫീസുണ്ട് കേട്ടോ, HCLൻ്റെ ഓഫീസുണ്ട്. അതിൻ്റെ തൊട്ടാണ് ഞാൻ സംസാരിക്കണത്. നല്ല ക്ലീൻ സിറ്റിയാണ് കേട്ടോ. സിറ്റി ആണെങ്കിൽ ഔട്ടർ റോഡുകളാണെങ്കിലും റോഡ് ഇച്ചിരി ചില സ്ഥലങ്ങളിൽ മോശമാണെങ്കിലും അവർ റോഡ് കീപ്പ് ചെയ്ത് ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ. ഇതൊന്നല്ല കേട്ടോ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഒരു ആന്ധ്രാപ്രദേശ് എന്നൊക്കെ പറയുന്ന സമയത്ത് പണ്ട് ശബരിമലക്കൊക്കെ പോകുന്ന സമയത്ത് ഇവർ തീരെ വൃത്തിയില്ലാണ്ടൊക്കെ നടക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല നീറ്റാണ്. തെലങ്കാനയെക്കാട്ടി നീറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആന്ധ്രാപ്രദേശ്. എന്തായാലും ഭക്ഷണം കഴിച്ചു നോക്കട്ടെ, ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ സമയം 12:15. ഇപ്പോഴാണ് ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കണേ. രാവിലെ എത്താൻ പറഞ്ഞതാണ്, രാവിലെ എത്തുമായിരുന്നു, പക്ഷെ ആ വിജയവാഡത്തെ ആ പ്രശ്നം കൊണ്ടാണ് ലേറ്റായത്. ഭക്ഷണം കഴിച്ചു, ദോശ കഴിച്ചു, ഓംപ്ലേറ്റ് കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. സാമ്പാർ മാത്രം ഒരു മധുരിപ്പാണ്, നമ്മുടെ നോർമൽ നാട്ടിലെ സാമ്പാർ പോലെയല്ല, ഒരു മധുരമാണ് സാമ്പാറിന്. പിന്നെ ചട്നി തേങ്ങ മാത്രമല്ല, മറ്റേ കടലേൻ്റെ എന്തോ പരിപാടി ഉണ്ട്, അതും കൂടെ മിക്സഡ് ആയിട്ടാണ്. പിന്നെ ഒരു കാര ചട്നി ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് സോസ് ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. മധുരക്കുണ്ടായിരുന്നു, എരിവിനെക്കാട്ടിയും കൂടുതലും മധുരപ്പായിരുന്നു. പ്ലെയിൻ ദോശ, ഒരു ഓംപ്ലേറ്റ്, ഒരു 20 രൂപയുടെ തംസപ്പ്. ഇനി ഇവിടുന്ന് 8 കിലോമീറ്ററേ ഉള്ളൂ. ഞാനിന്ന് ലൊക്കേഷനിലേക്ക് പോട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു. ഗൂഗിൾ മാപ്പ് ചതിച്ചെന്നാണ് തോന്നുന്നത്. ഒരു ചെറിയ വഴിയിലെ കൂടി ഇപ്പം പൊക്കോണ്ടിരിക്കണം. എനിക്കറിയാൻ പാടില്ല, ഇവിടുന്ന് അടി കിട്ടുമോ തെറി കിട്ടുമോ ഒന്നും അറിയാൻ പാടില്ല. അയ്യോ പണിപാളിയിലോ.
എൻ്റെ തറവാട് വീട് സ്വത്താണോ ഈ റോഡ് എന്ന് അങ്ങനെ എന്തോ ചോദിച്ചേട്ടോ. ഞാനെന്ത് ചെയ്യാനാ, ഗൂഗിൾ മാപ്പുകാർ ലോറിക്കാർക്ക് കൂടെ ഒരു മാപ്പ് പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം. വളരെ ചെറിയ റോഡായി പോയി. ചെറിയ അഭിഷേകമായിരിക്കുമല്ലോ ഇപ്പോൾ. ഉണ്ടോ, ജസ്റ്റ് മിസ്സാണ്. ഇവിടെ ഫുള്ള് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കത്തിച്ചേക്കണം. ഫുള്ള് വേസ്റ്റ്. വൃത്തിയായിട്ട മണാണല്ലോ. ഞാൻ ഗ്ലാസ് വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് കത്തിക്കുക. പ്ലാസ്റ്റിക്കൊക്കെ ഫുള്ള് കത്തിച്ചേക്കുക. ആ, വിജയവാഡേൻ്റെ നല്ല പാർട്ട് മാത്രമല്ല, മോശം പാർട്ടും കൂടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ശിവന്റെ ഒക്കെ ഉണ്ട്, അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കത്തിച്ചേക്കുക. ഈ സൈഡിലേക്ക് നല്ല സീനിക് വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ട് മല, കുഴപ്പമില്ല. എന്താണ്, എല്ലാത്തിനും രണ്ട് സൈഡ് ഉണ്ടാവുമെന്ന് പറയണ പോലെ നല്ല സൈഡും ഉണ്ട്, മോശ സൈഡും ഉണ്ട്. ഇത് നല്ല സീനിക് വ്യൂ ആണല്ലോ. ഇപ്പം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു എൻജിന് വരുന്നുണ്ട് കണ്ടോ. ഇനി ഒരു 500 മീറ്ററും കൂടെ ഉള്ളു കേട്ടോ എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ വഴി അറിയിക്കാം. എപ്പോൾ ലോഡാകും, എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, എത്ര ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒന്നും അറിയില്ല. അതിൻ്റെ ഉള്ളിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പല കമ്പനീസിലും ഫോൺ ഉള്ളിലേക്ക് അലൗഡല്ല. JSWയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫോണ് വെളിയിൽ വെച്ചിട്ട് ഉള്ളിൽ കയറണം എന്നാണ് റൂള്. നമ്മൾ വെളിയിൽ വെച്ചെന്നും പറഞ്ഞിട്ട് വണ്ടിക്കകത്ത് തന്നെ വെച്ചിട്ട് പോകും. പക്ഷേ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിന് 2000-5000 രൂപയൊക്കെ പിഴയാണ്. അതൊരു വേറെ തന്നെ ഒരു ലോകമാണ്. സോ അതിൻ്റെ ഉള്ളിൽ അവർ പറയുന്നതാണ് റൂള്. അതുകൊണ്ട് നമുക്കതൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ കുറേ വണ്ടികൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കാണുന്നുണ്ട്. അറിയില്ല ഇതൊക്കെ ലോഡാകാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിൽ നിൽക്കുന്നതാണോ എന്നറിയില്ല. ഓ, ഇവിടെയൊക്കെ കുറേ വണ്ടികളുണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പോൾ ടെൻഷനാകുന്നുണ്ട്. ആ, നമ്മുടെ കമ്പനി വണ്ടി ഒന്നുണ്ടല്ലോ ഇവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഒറ്റക്കല്ല, കമ്പനി വണ്ടി ഇവിടെയുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. നോക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ വഴി അറിയിക്കാം.